സൗകര്യം പ്രാർത്ഥിക്കും. എല്ലാവർക്കും വിനീത നമസ്കാരം. വേദിയിലിരിക്കുന്ന പലരും പരിചിതരാണ്. അതുപോലെ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക എനർജി തോന്നും. പ്രസംഗത്തിനുള്ള അവസരമൊന്നുമല്ല. എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ ക്യാമ്പുകളിലൊക്കെ വരുന്ന സമയത്ത് മറ്റേ പ്രസംഗമൊന്നും വേണ്ട, തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ കാലങ്ങളെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. നിങ്ങൾ ഒരുപാട് അനുഭവമുള്ള വ്യക്തികളാണ്, ഒരുപാട് മേഖലയിൽ വിഹരിക്കുന്ന ആളുകളാണ്. ഇവിടെ വേദിയിൽ പ്രസംഗിച്ച ആളുകളുടെ പ്രഭാഷണം കേട്ടപ്പോൾ ആ ജീവിതാനുഭവങ്ങളൊക്കെ മനസ്സിൽ എപ്പോഴും കാത്ത് വലിയ ആത്മവിശ്വാസത്തോടെ നിന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. എനിക്കറിയാം, വ്യക്തമായിട്ട് ഓരോരുത്തരും നോക്കുമ്പോൾ, ഓരോ ആളുകളെ നോക്കുമ്പോഴും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നും ബി.എഡ് പൂർത്തീകരിച്ചു പോയവരും ഡിഗ്രി പൂർത്തീകരിച്ചു പോയവരും അവരൊക്കെ ഞങ്ങളെ 3, 4, 5 വർഷങ്ങളൊക്കെ സഹിച്ച ആളുകളാണ്. ഈ സംസ്കൃതത്തെ ഒരു ആളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്യാമ്പസിൽ വരുന്ന കുട്ടികളൊന്നും നേരത്തെ സംസ്കൃതം പഠിക്കാത്ത ആളുകളാണ്. അവരുടെ മനസ്സിലേക്ക് ഈ ഭാഷയെ അങ്ങോട്ട് ചേർത്ത് വെക്കുന്നതിന് വേണ്ടി പല അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ നാടകക്കാരനായതുകൊണ്ട് നാടകത്തിൻ്റെതായ വഴിയിലൂടെ ഒരുപാട് അഭ്യാസങ്ങൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഷയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം എന്നുള്ള ഒരു മനസ്സോടുകൂടിയാണ് ഞങ്ങൾ അന്ന് ഹൃദയം തുറന്ന് അവരോട് സംബന്ധിച്ചത്. എൻ്റെ അനുഭവം അത് തന്നെയാണ്. കാരണം ഏത് വലിയ മേഖലകളിൽ എത്തിച്ചേരാൻ കഴിയുമ്പോഴും അതിനൊരു ചെറിയ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അടിത്തറയുണ്ട്. ഇതുപോലെ അങ്ങനെ ഒരു അടിത്തറ ഉള്ളത് വെച്ചാൽ 5ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചു തുടങ്ങിയെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. വലിയ അവസ്ഥയല്ല. ഇന്ന് ഭാരതത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിലും നാടകം പഠിപ്പിക്കാൻ എന്നെ വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള ആചാര്യന്മാർ എന്നേക്കാൾ എത്രയോ വിവരവും അറിവും ഒക്കെ ഉള്ള ആളുകളാണ്. നാടകം എന്ന ഫീൽഡിൽ അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് എന്നെ ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും വിളിക്കുന്നത്. വിദേശങ്ങളിൽ ഇതുപോലെ എൻ്റെ സംവിധാനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ എന്ത് പറഞ്ഞതുപോലെ വാർത്ത കേട്ടിട്ട് സമ്പ്രതി വാർത്താ ശ്രൂയന്താം എന്ന പദം ദിവസം കേട്ട് എന്നെ കളിയാക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ വിളിച്ചിരുന്നത് സമ്പ്രതി വാർത്താ ശ്രൂയന്താം, ഇനി വാർത്താ എന്നൊക്കെ കളിയാക്കിയിട്ടാണ് വിളിച്ചത്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ആ അവസരത്തിൽ എൻ്റെ കൂടെ പഠിച്ച പല ഡോക്ടർമാരുണ്ട്, പല ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ പറയാറ് സുരേഷ് ബാബുവിന്റെ പോലെ ആയാൽ മതിയായിരുന്നു, ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടാവും, എവിടെയൊക്കെ പോകുന്നു, എന്നും പരിപാടി, എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നു, സുരേഷ് ബാബു ആയാൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിച്ചത് സംസ്കൃത ഭാഷയിലൂടെയാണ്. നാടകം ജഡ്ജ്മെന്റിന് വേണ്ടി പോയത് സംസ്കൃത അക്കാദമിയുടെ നാട്യയാത്രയിൽ നിന്ന് കുറേ വർഷങ്ങളായി പങ്കെടുക്കുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ സംസ്കൃത നാടകം എന്ന് പറയുമ്പോൾ പക്ഷേ എൻ്റെ പേരാണ് അവർ പരാമർശിക്കപ്പെടുക. അങ്ങനെ ഒരു വലിയ സദസ്സിലിരുന്ന് നാടകം ജഡ്ജ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് അന്ന് സംസ്കൃത വാർത്ത പറഞ്ഞിരുന്ന ആൾ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നാടകം ജഡ്ജ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരു നാടകം അവതരിപ്പിച്ചത് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയാൽ താമസിക്കാനുള്ള ഒരു അനാഥാലയത്തിലെ കുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. അവർ എനിക്ക് ചോറ് വിളമ്പിച്ചിരുന്നു, എൻ്റെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ അഭിനയിക്കുന്ന നാടകം ഞാൻ കണ്ടു. ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും അപാകത വന്നാലോ, ഞാൻ ഇതിന് മാർക്ക് ഇടുന്നില്ല, ഇതിന്റെ മാർക്ക് നിങ്ങൾ മറ്റു 2 പേർ ചെയ്തത്. അപ്പൊ അവരെ അവിടെ അവതരിപ്പിച്ച നാടകം നാഗാനന്ദം എന്ന് പറയുന്ന നാടകമാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ സൂചിപ്പിച്ച ആൾ പറയാണ്, നാഗാനന്ദം നാടകം ഞാൻ ഡൽഹിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണ് നടന്നുപോയി, എൻ്റെ ജീവിതത്തിൽ ഇതേവരെ സംസ്കൃത നാടകങ്ങൾ അത്തരത്തിൽ രംഗത്ത് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ അതിനെ പുകഴ്ത്തി പറയുകയാണ്. ആ നാടകവും ഇത് നോക്കുന്ന സമയത്ത് ഇതൊന്നുമല്ല, കുറെ അപാകതകൾ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഈ നാടകത്തെ കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ നാടകം അന്ന് ഡൽഹിയിൽ സംവിധാനം ചെയ്ത ആൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ കൈ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പോലെ, എൻ്റെ ജീവിതത്തിൽ ഈ ഇതി വാർത്ത സമ്പ്രതി വാർത്ത എന്ന് പറഞ്ഞ് കളിയാക്കപ്പെടുന്നവൻ
അത് വായിച്ചിരുന്ന ആളിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എന്നെ ആദരിക്കുക, അത് മുഖത്ത് കണ്ടാലേ നേരിൽ കണ്ടാലേ അത് ബോധ്യമാകും. അപ്പൊ അത്രയും വലിയ ജീവിതാഭിലാഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അവരുടെ താല്പര്യം കണ്ടപ്പോ നാടകത്തിലേക്ക് ഞാനൊന്ന് അയാളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവസരം കൊടുത്തു. ഞാൻ പറഞ്ഞു, അവിടെയുള്ള യക്ഷഗാനത്തിൽ അഭിനയിക്കുന്ന ആളുകളാണ് മിക്കവാറും നടക്കുക. നിങ്ങൾ കാര്യം ചെയ്യണം, ഏതെങ്കിലും ഒരു കലയിൽ നിങ്ങൾ നിപുണനായി വരണം. ഇപ്പോൾ ആ വാക്ക് കേട്ടിട്ട് അയാൾ ഒഡീസി നൃത്തം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തിൽ അച്യുതമ്മ അനാഥനാണ്. ഈ ഒഡീസി നൃത്തം പഠിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ചേർത്തു. ലക്ഷ്മി നാരായൺ ചേരാണ്. അയാള് അവിടെ നിന്ന് PG കഴിഞ്ഞ് B.Ed കഴിഞ്ഞു, M.Ed കഴിഞ്ഞു, PhD കഴിഞ്ഞു. അദ്ദേഹം നല്ല സെറ്റപ്പിലാണ്. ഇന്ന് ഒഡീസി നൃത്തത്തിൽ അദ്ദേഹം നാഷണൽ ഫെയിമാണ്, പ്രസിഡന്റ് അവാർഡൊക്കെ കിട്ടി. നമ്മുടെ ദേശീയ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടി. വളരെ വലിയ നിലയിലുള്ള അദ്ദേഹം ഞാൻ കൊടുത്തൊരു ടൂളാണ്. ഈ ഏത് കല പഠിക്കുന്നുവോ ആ കല സംസ്കൃതത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒഡീസി നൃത്തത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന എല്ലാ സ്റ്റേജ് പ്രോഗ്രാമും സംസ്കൃതത്തിലുള്ളതാണ്. ദേവദൂതൻ ആ റോള അവതരിപ്പിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് എൻ്റെ ഭാര്യയെ വണ്ടിയുടെ ഭാര്യയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു വലിയ കാറിന്റെ പുറകിലൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഡയലോഗ്, ഗോകർണ കവചകുണ്ടല പ്രഗ്രഹണ ദുരിതപശ്ചാത്താപേന പുരന്തരേണ അനുഗ്രഹീതോസ് പാണ്ഡവേഷു ഏകപുരുഷാഥാർത്ഥം അമോഘമസ്ത്രം വിമലാനാമ ശക്തിനീയം പ്രതിഗൃഹ്യത. ഞാനത് കേട്ടപ്പോൾ സ്വർഗത്തിലാണ്, എവിടെയാണ് സംസ്കൃതത്തിൽ കേൾക്കുന്ന സമയത്ത് ഒക്കെ. അപ്പൊ ഒന്നപ്പോ കാറ് മുന്നിൽ നിർത്തി അന്ന് ഈ നാടകത്തിൽ അഭിനയിച്ച ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. മാഷ നമസ്കാരം, ഇന്ന് ഓർമ്മയുണ്ട്. അദ്ദേഹം വയനാട് സ്കൂളിലെ സെക്രട്ടറി അധ്യാപകനാണ്. അപ്പോ 5 വർഷം അവിടെ സംസ്കൃതം പഠിച്ചിട്ടോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരു സംസ്കൃതം വേറെ ഇല്ല. പക്ഷെ ഈ ഡയലോഗ് ഞാൻ പഠിച്ചു, ബൈഹാർട്ടാക്കി, ഇത്രയും കാലം എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, അവരിത് ബൈഹാർട്ടായി പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം സംസ്കൃതത്തിലുണ്ട്. അത് സംസ്കൃത നാടകത്തിന്റെ പശ്ചാത്തലത്തോടെ ഞാനിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വേദികളുണ്ട്, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും സന്ദർശിക്കാനുള്ള, സംസ്കൃതം പഠിപ്പിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും സന്ദർശിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എന്തായാലും എൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരുപാട് കാലത്ത് എൻ്റെ നാടക പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടെ നിന്ന ആളുകളാണ്. കുറെ ആളുകളുണ്ട്, ഉപയോഗിക്കുന്ന ആളുകൾ, സായുജ്, പിന്നെ കുറെ ആളുകൾ, കുറെ പേരുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മറ്റു കാര്യം പറഞ്ഞോട്ടെ, അതൊരു ക്ഷമാപണം എന്ന രീതിയിലാണ്. ഈ സ്കൂളുകളൊക്കെ ടീച്ചർമാരൊക്കെ അവരുടെ സ്കൂളിലേക്ക് തന്നെ നാടകം പഠിപ്പിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് പോകാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 5-10 സ്കൂളല്ലേ പറ്റുള്ളൂ. ഒരു വർഷം 16-17 നാടകങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് ചെയ്യാനുള്ള ശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ഹൈസ്കൂൾ നാടകങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്ന സ്കൂളിലേക്ക് പോകാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ പൊയ്ക്കാവ് സ്കൂളിൽ ഞാൻ എന്നെ രംഗത്തേക്ക് കൊണ്ടുപോകുന്ന ആ സ്കൂളിനെ ത്യജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പല സ്കൂളിലേക്കും വരാത്തത്. അതുകൊണ്ട് പലരും ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോ എന്നും ഞാനുണ്ട് സംസ്കൃത നാടകത്തിന്റെ. എന്നെ ഈ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഈ വായു പുറത്തേക്ക് വരുന്ന കാലം അവസാനിക്കുന്നത് വരെ സംസ്കൃത നാടക രംഗത്ത് ഞാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടി ഈ ഒരു യോഗത്തിൽ സമ്മേളനം എന്ന് പറയുന്ന ഈ എല്ലാവരും കൂടിച്ചേരുന്ന ഈ സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു ആദരിച്ചതിനും അതേപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് എന്നെ സ്വീകരിച്ചതിനും എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്